വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കൊണ്ടാഴി പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഭരണസമിതിയുടെ സ്വജന പക്ഷപാതത്തിനുമെതിരെ മാർച്ചും ധർണയും സംഘടിപ്പിച്ച CPM പഞ്ചായത്ത് കമ്മിറ്റി. കൊണ്ടാഴി പഞ്ചായത്ത് കോൺഗ്രസ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത, അഴിമതി, വികസന മുരടിപ്പ് എന്നിവ ആരോപിച്ച് CPIM കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ വികസനമില്ല, പഞ്ചായത്തിൽ വികസനത്തിൻ പേര് പറഞ്ഞ് പ്രസിഡന്റിന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കും കോൺഗ്രസ്. വാർഡ് വിഭജനത്തിലെയും വോട്ടർ പട്ടികയിലെയും അപാകതകൾ, സ്വജന പക്ഷപാതം, ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ, ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കൽ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് CPIM പ്രതിഷേധം നടത്തിയത്. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായ ഈ പ്രതിഷേധ പരിപാടി CPIM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് കൃഷിഭവന് ഇപ്പോൾ ഇവിടെ ഓഫീസിൽ ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. കൃഷിക്കാർ ധാരാളം വന്ന് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് അതിനോട് കാണിക്കുന്ന ഒരു അനീതി ഈ നാട്ടിലത്തെ കൃഷിക്കാർക്ക് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാട്ടിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഒരു നയമാണ് എല്ലാ വീടില്ലാത്തവർക്കും വീട് എന്നുള്ളത്. ആ വീട് കൊടുക്കുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തുകളിൽ നിന്നും അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും പ്രയോറിറ്റി ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് വീട് കൊടുക്കുന്നതിനാവശ്യമായ ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഒറ്റ വീട് വരെ കൊടുത്തിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും വീട് അത്യാവശ്യ വീടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടനടി പറയുന്നതെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ഫണ്ട് തന്നിട്ടില്ല എന്നുള്ളത്. സംസ്ഥാന സർക്കാർ ഫണ്ട് തരാത്ത കുഴപ്പമില്ല. 4 ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു ലൈഫ് വീടിന് വേണ്ടി കൊടുക്കുന്നത്. അതിൽ 72,000 റുപ്യ തരേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാർ 1 രൂപ പോലും ഈ ഇനത്തിലേക്ക് കേരള സർക്കാരിന് തരുന്നില്ല. ഇപ്പോൾ കൊടുക്കുന്നത് തന്നെ മുഴുവൻ പൈസയും കേരള സർക്കാരിൻ്റെ ഫണ്ട് എടുത്തിട്ട് വന്നാണ് ഈ ലൈഫ് വീടിന് വേണ്ടി കൊടുക്കുന്നത്. എന്നാലും പരമാവധി ആൾക്കാർക്ക് വീട് നൽകുക എന്ന സർക്കാരിൻ്റെ ഒരു മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഒരു കാര്യം ഈ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏരിയ കമ്മിറ്റി അംഗം CA സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ, CPIM കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി T. ഗോകുലൻ, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ സത്യഭാമ രാധാകൃഷ്ണൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും മാർച്ചിൽ അണിനിരന്നു. എന്റെ റോഡ് നേരാക്കാൻ തടസ്സമുണ്ടായത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ടിൽ നിഷ്കർഷിച്ചതുപോലെ എല്ലാവർക്കും വീട് കിട്ടും, കുടിവെള്ളം ലഭ്യമാകും, വഴിവിളക്കുകൾ കത്തിക്കും, ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് ധരിച്ചവർ ഇന്ന് അവർക്ക് തന്നെ ഈ ഭരണസമിതി നാണക്കേടായി മാറിയിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനൊരു ഭരണം എന്ന് കൊണ്ടാഴി പഞ്ചായത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. CCV ന്യൂസ്, കൊണ്ടാഴി.